അപ്പോൾ ഗൈസ്, നിങ്ങൾ കാണാനിരുന്ന ശ്രീനഗർ എയർപോർട്ട്. ഞാനിനി കാണിച്ചു തരാൻ പോകുന്നതാണ് ഇത്രയും നാളും അടച്ചിട്ടിരുന്ന നമ്മുടെ ശ്രീനഗർ എയർപോർട്ട്. ന്യൂസുകളിലേക്ക് അകട്ടം പകട്ടം ചകടമായിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരുന്ന നമ്മുടെ ശ്രീനഗർ എയർപോർട്ടാണ്. 2 ദിവസം ആയോട് തുറന്നിട്ട് വീണ്ടും ജസ്റ്റ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വെയില് ബസ്സുകളൊക്കെ ചന്നം പിന്നം പോവുകയാണ്. വിൻ്റർ സീസണൊക്കെ മാറി ഇപ്പം സമ്മർ സീസൺ ആക്കിയാണ്. നല്ല ചൂടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വണ്ടി കയറി പോകുന്നതേ ഉള്ളായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇത്രയും നാൾ ഇവിടെ അകപ്പെട്ട് കിടക്കുകയായിരുന്നു ഇവിടുത്തെ പ്രശ്നങ്ങൾ കാരണം. ഇന്നാണ് അപ്പോൾ നമുക്ക് പോകാൻ ചാൻസ് കിട്ടിയത്. സംഭവം ഇത്രയും നാളും ഫ്ലൈറ്റും ഇല്ലായിരുന്നു, ഇവിടെ ഓപ്പൺ ആക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് പോകാനുള്ള ഒരു ചാൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ചാൻസ് കിട്ടി. അങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മളെ നാട്ടിലത്തെ കണക്കത്തെ എയർപോർട്ടൊന്നല്ല കേട്ടോ ഗൈസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മുക്കിന് മുകളിലും പട്ടാളക്കാരന്മാരാണ്. അപ്പുറത്തൊരു ചെക്ക് പോസ്റ്റ്, ഇപ്പുറത്തൊരു ചെക്ക് പോസ്റ്റ്, 4 സൈഡിലും ചെക്ക് പോസ്റ്റുകളേ ഉള്ളൂ. അതുകൊണ്ട് വേറൊരു കളി നടക്കൂല ഇവിടെ. ഇവിടെ നിന്ന് കുറച്ചുണ്ട് നടക്കാൻ. ഇപ്പോൾ 2:30 നമുക്ക് ഫ്ലൈറ്റ് എത്ര മണിക്കടാ? 3:15 നമുക്ക് ഫ്ലൈറ്റ്. എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. എയർപോർട്ടിൻ്റെ ഒരു മുഖം കണ്ടു. ഈ റോഡിൻ്റെ ലാസ്റ്റ് എൻഡിരിക്കുന്ന ആ കെട്ടിടമാണ് എയർപോർട്ട്. അങ്ങോട്ട് പോകുന്തോറും വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾ കാണാനിരുന്ന ശ്രീനഗർ എയർപോർട്ട് കുറച്ച് നാൾ അടച്ചിട്ട് ഇവിടുത്തെ ഭീകരത ആക്രമണങ്ങൾ കാരണം കുറച്ച് നാൾ അകത്ത് നമ്മളെ കാശ്മീർ. അപ്പോൾ ഇതാണ് ഗൈസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ശ്രീനഗർ. ഇതാണ് ഇതിൻ്റെ വേ. ഇതുവഴിയാണ് നമ്മൾ അകത്ത് കയറേണ്ടത്. നമുക്ക് ടൈം കുറവായതിനാൽ നമ്മൾ നേരെ അങ്ങ് അകത്ത് കയറുകയാണ്. വെളിയിൽ ചെറിയ ഗാർഡൻ കണക്കൊക്കെ ഉണ്ട്, ഒന്ന് വിശ്രമിക്കാനും ഇരിക്കാനും എല്ലാത്തിനുള്ള ചെറിയ ഗാർഡനുണ്ട്. പക്ഷെ നമുക്കിവിടെ ഒന്ന് വിശ്രമിക്കാൻ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന കണക്ക് ഇവിടെ നമുക്ക് ഇരിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം പക്ഷെ നമുക്കതിന് ടൈമില്ലാത്തതിനാൽ ഈ കിടന്ന് ആയിക്കുന്ന ഇത്രയും നേരം നടന്നുകൊണ്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ടൈമില്ലാത്തതിനാൽ നമ്മൾ നേരെ കയറാമല്ലേ, നേരെ നമ്മൾ അകത്ത് കയറുകയാണ്. അകത്താപ്പത്ത് ഏസെങ്കിലും കിട്ടും. എന്തോ ചൂട്, ഒരുക്കത്തെ ചൂട്. അങ്ങനെ ഇതാ എയർപോർട്ടിൻ്റെ നടപാതയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് അകത്ത് കയറിയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ അകത്തെ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മൾ ലഗേജ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ലഗേജെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ബോർഡിംഗ് പാസ് വാങ്ങിക്കണം, നല്ല അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഒരു ബാഗിൻ്റെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. നേരെ അടുത്ത് നമ്മുടെ ചെക്കിങ്ങിലോട്ട് പോവുകയാണ്. ഈ കൗണ്ടർ ഉണ്ടോ, ഇവിടെയാണ് നമ്മളെ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു പരിപാടി നടക്കില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടേ ഇടത്തുള്ളൂ. ഈ ബാഗിലുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഇറക്കി വെക്കണം. ഇറക്കി വെച്ചതിന് ശേഷമേ നമ്മൾ ചെക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ സെക്ഷനായിട്ട് ചെക്കിങ്ങാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് അകത്തോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പയ്യൻ മുകളിലെത്തി കഴിഞ്ഞു. ഞാൻ കുറച്ച് ലേറ്റായി പോയി ചെക്കിങ്ങിൻ്റെ ഇതിൽ. ഒരുപാട് 2-3 ദിവസത്തിനുള്ളിൽ ശേഷം ഇന്നാണ് ഇവിടെ ഓപ്പൺ ആക്കിയത്. അപ്പോൾ ഗൈസ് നടന്ന് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ
ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിനുള്ള ടൈമാകും.